Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruh wa natubu ilayh wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil falan tajida lahu waliyyan murshida. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu ala ad-din kullihi walau karihal mushrikun. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'du, fa inna khayral hadithi kitabullah wa khayral hadiyyi hadiyyi Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Ya ayyuhalladhina amanu ittaqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, കരുണാമയനായ അർഹമുർ-റാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൃപയും കാരുണ്യവും രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ 25 അധ്യായങ്ങളിലായിക്കൊണ്ട് 69 സ്ഥലങ്ങളിൽ മഹാനായ പ്രവാചക പുങ്കവൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രവാചക ശൃംഖലകളിൽ പ്രശംസ കൊണ്ട്, ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പ്രശംസിച്ചിട്ടുണ്ടാവുക ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെക്കുറിച്ചായിരിക്കും. നമുക്കറിയാം, പ്രവാചകന്മാരുടെ പിതാവ് എന്നുള്ള അബുൽ അംബിയ എന്നുള്ളൊരു വിശേഷണം തന്നെ അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുണ്ട്. ലോക സമൂഹത്തിന് ദിശാബോധം കാണിക്കുന്ന, സത്യപ്രബോധനം ചെയ്യുന്ന, ദൈവിക മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ പിതാവ് എന്നുള്ള വിശേഷണമാണ് അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ ഒട്ടേറെ പരാമർശങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഒരു കൂട്ടുകാരനായി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. 4-ാം അധ്യായം 125 നമുക്ക് കാണാം, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമയെ തൻ്റെ ആത്മമിത്രമായി, കൂട്ടുകാരനായി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം അള്ളാഹു കൂട്ടുകാരനായി തിരഞ്ഞെടുക്കുക? ഖുർആൻ്റെ പ്രയോഗമാണല്ലോ. ഒരാൾ മറ്റൊരാളെ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കുമ്പോൾ അയാൾക്കുള്ള ഗുണങ്ങളെന്ത്? അപ്പോൾ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം ത്യാഗത്തിൻ്റെ പ്രതീകമായിരുന്നു എന്ന് നമ്മൾ പറയുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഐ ബലഗ അഅ്ലാ മറാത്തിബിൽ മഹബ്ബത്തി വസ്സഫാ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ആത്മസമർപ്പണം, അങ്ങനെയുള്ള ഏറ്റവും സവിശേഷമായ ഗുണങ്ങളിൽ
ഉന്നതമായ സ്ഥാനമായിരുന്നു അദ്ദേഹം അലങ്കരിച്ചിരുന്നത്. ആ ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ലികമാലി തൗഹീദിഹി, അദ്ദേഹത്തിൻ്റെ ഏകദൈവ വിശ്വാസത്തിലുള്ള പൂർണ്ണത കൊണ്ട്. ഏകദൈവ ആരാധന, ഏകദൈവ വിശ്വാസം, തൗഹീദ്, അതിൽ പൂർണ്ണതയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുഴുവൻ പൂർണ്ണമായി നടപ്പിൽ വരുത്തിയിട്ടുള്ള മഹാനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, വമ്പിച്ച പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിലെല്ലാം അദ്ദേഹം വിജയം കണ്ടു എന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ ആത്മമിത്രമായിട്ട്, ഖലീലായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ഖുർആൻ അദ്ദേഹത്തെ അങ്ങനെ പ്രശംസിച്ച് എടുത്തു പറയുകയാണ്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് പറയും ഒരു സമുദായമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ, നിശ്ചയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സമുദായമായിരുന്നു. 14-ാം അധ്യായം 120 പറയുകയാണ്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഒരു വ്യക്തിക്ക് ഒരു സമുദായം, ഒരു സമൂഹമാകാൻ എങ്ങനെയാണ് കഴിയുക? അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം സത്യത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് എല്ലാവിധ പ്രതിസന്ധികളെയും ത്യാഗസുരഭിലമായിട്ടുള്ള, ത്യാഗസന്നദ്ധമായിട്ടുള്ള, ത്യാഗസമ്പൂർണമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം കനൽപഥങ്ങളിലൂടെ, പരീക്ഷണങ്ങളുടെ തിരമാലകൾ പെരുമഴക്കാലം സംഭവിച്ചപ്പോഴും ആ കനൽപഥങ്ങൾ ഈമാനുകൊണ്ട് താണ്ടിയിട്ടുള്ള മഹാനായൊരു പ്രവാചകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് തൻ്റെ അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു എന്നുള്ളതാണ്. ഷാകിറൻ ലിഅൻഉമിഹി, അല്ലാഹു അദ്ദേഹത്തിന് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ടല്ലോ, നിഅമത്തുകൾ, അതിന് നന്ദി ചെയ്യുന്നവനായിരുന്നു എന്നുള്ളതാണ്. ഷാകിറൻ ലിഅൻഉമിഹി, അതുകൊണ്ട് ഇജ്തബാഹു, അല്ലാഹു അദ്ദേഹത്തെ പ്രത്യേകം തെരഞ്ഞെടുത്തു. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് ഒരു പ്രവാചകനെ കുറിച്ച് എടുത്തു പറയുമ്പോൾ നമ്മൾ പറയണം, നമ്മൾ ചിന്തിക്കണം, നമ്മളൊക്കെ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയാറുണ്ടോ എന്നുള്ളത്. സഹോദരങ്ങളെ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ, അതിന് നമ്മൾ നന്ദി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ക്ഷമാശീലനായിരുന്നു, ദയാലുവായിരുന്നു. പശ്ചാത്താപം എന്ന് മാത്രമല്ല, ഏറെയേറെ പശ്ചാത്തപിക്കുന്ന, അള്ളാഹുവിലേക്ക് അധികമായി മടങ്ങുന്ന വ്യക്തിത്വമായിരുന്നു. പരിശുദ്ധ ഖുർആൻ ഹൂദ് 75 പറയുകയാണ്. ഈ ആയത്തുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സ്വയം ഇരുന്ന് പഠിക്കണം. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഖുർആനിനോടുള്ള ബന്ധം എന്താണ്? ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള, പ്രശംസിച്ചിട്ടുള്ള, പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ആയത്തുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്. വിശുദ്ധ ഖുർആന്റെ സൂറത്ത് ഹൂദ് 75 എന്താ അങ്ങനെ പറഞ്ഞാൽ, നിശ്ചയം ഇബ്രാഹിം അലൈഹിസ്സലാം ലഹലീം, വിവേകശാലിയായിരുന്നു എന്നുള്ളതാണ്. വിവേകം ഏത് സന്ദർഭത്തിലും അവിവേകത്തിൻ്റെ, മാർഗഭ്രംശത്തിൻ്റെ, വ്യതിയാനത്തിൻ്റെ മാർഗത്തിലേക്ക് പോകാതെ വിവേകമതിയായിക്കൊണ്ട് നിലകൊണ്ടു എന്നുള്ളതാണ്. അവ്വാഹും മുനീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റം കസീറു തളർറു, വളരെയധികം വിനയവും താഴ്മയും കാണിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥനാ നിരതനായിക്കൊണ്ട്, അങ്ങനെ തന്നെയാണ് തഫ്സീറിൽ പറയുന്നത്. കസീറു തളർറു ഇലല്ലാഹി വദ്ദുആ ലഹു എന്നാണ്. അള്ളാഹുവിനോട് അങ്ങേറ്റം വിനയം, അങ്ങേറ്റം താഴ്മ അത് കാണിച്ച് പ്രാർത്ഥനാ നിർഭരനായിക്കൊണ്ട്. എന്നിട്ട് മാത്രമല്ല, തായിബുൻ യർജിഉ ഇലല്ലാഹ്, തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക. ഫി ഉമൂരി കുല്ലിഹ എന്നാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മളൊക്കെ തെറ്റ് ചെയ്താൽ അത് ചെറുതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ
വലിയ തെറ്റുകൾ സംഭവിച്ചാൽ പോലും അത് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ദുഃഖിച്ച് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ഒരു മനസ്സ് നഷ്ടപ്പെടുന്ന വർത്തമാന കാലമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ആളുകൾക്കിടയിൽ ഉള്ളത്. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുക, ഇതിൽ അവ്വാഹുൻ എന്നൊരു പദപ്രയോഗമുണ്ട് പ്രിയമുള്ളവരെ. അതായത് കസീറു തളർറുഇ ഇലല്ലാഹ് എന്നാണ്. അള്ളാഹുവിലേക്ക് വളരെ വിനയം, വളരെ താഴ്മ, അങ്ങേയറ്റത്തെ വിനയം അത് കാണിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക. മുനീബ്, എന്താ മുനീബ് എന്ന് പറഞ്ഞാൽ? മുനീബ് എന്ന് പറഞ്ഞാൽ റജ്ജാഉൻ ഇലല്ലാഹ്, റാജിഉൻ എന്നല്ല, റജ്ജാഉൻ, അങ്ങേയറ്റം അള്ളാഹുവിലേക്ക് മടങ്ങുന്നവൻ. അങ്ങനെയാണ് അള്ളാഹുവിലേക്ക് മടങ്ങുക, തൗബ കൊണ്ട് മടങ്ങുന്നവൻ. അതാണ് പറയുന്നത്. മറ്റൊരു വിശേഷണം എന്താ അറിയോ? ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ അത് നിറവേറ്റിയവൻ, പൂർത്തീകരിച്ചവൻ എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിന്റെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മ് അതിന്റെ 37-ാമത്തെ വചനത്തിൽ കാണാം, ഇബ്രാഹിമല്ലദീ വഫാ. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുള്ള കടമകളെല്ലാം, ചുമതലകളെല്ലാം സമ്പൂർണമായി നിറവേറ്റിയിട്ടുള്ള മഹാനാണ് എന്നാണ് അതിന് അർത്ഥം. പരിശുദ്ധ ഖുർആന്റെ 2-ാം അധ്യായം 124-ലും അത് പറഞ്ഞു, വഇദ്ബതലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത് ഫഅതമ്മഹുൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ നാം പരീക്ഷിച്ചു ചില സംഗതികൾ കൊണ്ട്, ചില വചനങ്ങൾ കൊണ്ട്, ചില കാര്യങ്ങൾ കൊണ്ട്. ഫഅതമ്മഹുൻ, അതിലൊക്കെ അദ്ദേഹം സമ്പൂർണമായി വിജയം കൈവരിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം വിവേകശാലി എന്നുള്ളത്. അദ്ദേഹം എടുത്തു ചാട്ടമില്ലാതെ, അവിവേകത്തിന് വിധേയമാകാതെ, അങ്ങനെയുള്ള ഒരു സവിശേഷമായിട്ടുള്ള ബുദ്ധിയുടെ വക്താവായിരുന്നു എന്നുള്ളതാണ്. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുഷ്ദ എന്ന് വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്തുൽ അംബിയാന്റെ 51-ൽ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഏതാനും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രശംസകൾ ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം ത്യാഗത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, പരിശുദ്ധ ദീനിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ഓർത്തുകൊണ്ട് ത്യാഗം ചെയ്യാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടതെന്തും ത്യജിക്കാൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ മനസ്സുകൾ ആഗ്രഹിക്കുന്നത് വർജിച്ചുകൊണ്ട്, അത് നിരസിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ത്യാഗി വര്യന്മാരാവണം എന്നാണ് അത് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, ഇറാഖിലെ ബാബിലോണിയയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ, നമുക്കറിയാം, അദ്ദേഹം പോകുന്നത് ഷാമിലേക്കാണ്, ഡമസ്കസ്, സിറിയ എന്ന് പറയുന്ന ആ രാജ്യത്തേക്കാണ്. അവിടെ നിന്ന് ഫലസ്തീനിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഹിജാസിലേക്ക്, മക്കയിലേക്ക് വരുന്നു, വീണ്ടും ഈജിപ്തിലേക്ക് പോകുന്നു. എത്ര കാലം അദ്ദേഹം പ്രബോധന മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ദഅവത്തിന്റെ പാതയിൽ അദ്ദേഹം താണ്ടി എന്ന് നമ്മൾ ചിന്തിക്കുക. കഠിനമായ ത്യാഗമാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആ പ്രബോധന മാർഗത്തിൽ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുക. കുറ്റം പറയുകയാണ് എന്ന് വിചാരിക്കരുത്. ഒരു ക്ലാസിൻ്റെ ടൈം വ്യക്തമാക്കി ഒരു പോസ്റ്റർ അടിച്ചാൽ ആ സമയത്ത് വരാനുള്ള ഒരു സന്നദ്ധത പോലും നമുക്കില്ല എങ്കിൽ നമ്മളൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർവഹിക്കുന്നത്? എന്താണ് നമ്മുടെ ഒരു അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു ത്യാഗ സന്നദ്ധത എവിടെയാണ് നമ്മൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല്ലിഗൂ അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരു വിശുദ്ധ സൂക്തമെങ്കിലും നിങ്ങൾ ജനങ്ങൾക്കായിട്ട് എത്തിക്കുക എന്നുള്ളതാണ്. പ്രബോധന കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഒട്ടേറെ സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ് അവര് ദഅവത്തി രംഗത്ത് സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അവര് സമ്പത്ത് കൊണ്ട്, അവര് ശരീരം കൊണ്ട് ആ ദഅവത്തിന്റെ മാർഗത്തിൽ പലതും പ്രവർത്തിക്കുന്നു. അല്ലാഹു അവർക്ക് വലിയ പ്രതിഫലം നൽകട്ടെ. മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് കൊടുക്കുകയാണ്. അതുപോലെ പ്രിയമുള്ളവരെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫോണിൽ ചെയ്യുന്നു,
ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ആയത്തുകൾ സെലക്ട് ചെയ്തിട്ട്, ചില വിഷയങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് കുടുംബത്തിൽ സുഹൃത്തുക്കൾക്കിടയിൽ തങ്ങളുടെ ഗ്രൂപ്പുകളിൽ പ്രബോധനം എന്നുള്ള നിയ്യത്തോടുകൂടെ അത് ഷെയർ ചെയ്യുകയാണ്, ആളുകളെ ക്ലാസ്സുകളിലേക്ക് വിളിക്കുകയാണ്. അതൊക്കെ ഈ ഒരു ഇബ്രാഹിം നബിയുടെ കഥ അങ്ങനെ പറഞ്ഞു പോകല്ല, അദ്ദേഹം മഹാനായിരുന്നു എന്ന് പറയുകയല്ല, അതിൽ നിന്ന് നമുക്കെന്ത് ഉൾക്കൊള്ളാനുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രബോധന മാർഗത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം താണ്ടിയിട്ടുള്ള വഴിദൂരം അത് തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് സഹോദരങ്ങളെ. അതോടൊപ്പം തന്നെ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള നമുക്കറിയാം. അദ്ദേഹത്തിന് പ്രായം ചെന്നപ്പോഴാണ് കുഞ്ഞുണ്ടായത്. ആ സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷേ പരിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാഫാത്തിൽ ആ രംഗം പറയുന്നുണ്ട്. ആ രംഗം കണ്ടാൽ പ്രിയമുള്ളവരെ, ഒറ്റക്കിരുന്നതൊന്ന് വായിക്കുമ്പോൾ കണ്ടമിടറാത്ത മനുഷ്യരുണ്ടാവുകയില്ല, മനസ്സ് അലിയാത്ത മനുഷ്യരുണ്ടാവുകയില്ല, കണ്ണ് നനയാത്ത ആളുകളുണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹു തആല പറയാൻ ആ രംഗങ്ങൾ ഫലമ്മാ ബലഗ മഅഹു സഅയ്, ഈ ഒരുപാട് പ്രായാധിക്യം ചെന്നിട്ടും കുഞ്ഞല്ല, അദ്ദേഹം നിരന്തരം പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, നാഥാ സ്വാലിഹായിട്ടുള്ള കുഞ്ഞിനെ തരയണമേ എന്ന്. അങ്ങനെ അവസാനം കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിങ്ങനെ വലുതായി പിതാവിനെ സഹായിക്കാൻ, കുടുംബത്തെ സഹായിക്കാൻ ഒക്കെ ആ ഒരു ചെറിയൊരു പ്രായത്തിലെത്തിയ ഘട്ടത്തിൽ അദ്ദേഹം സ്വപ്നം കാണുകയാണ്. വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും ബോധമുള്ള ആളുകളാണ്. അദ്ദേഹം ഈ മകനോട് പറയുകയാണ്, قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. മോനെ, ഞാൻ സ്വപ്നത്തിൽ നിന്നെ അറക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, അപ്പോൾ എന്താണ് നിന്റെ അഭിപ്രായം? قال يا أبتي, എൻ്റെ പൊന്നു പിതാവേ, ഇഫ്അൽ മാ തുമർ, അങ്ങയോട് കൽപ്പിച്ചതെന്തോ അങ്ങത് ചെയ്യുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ അങ്ങേക്ക് ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ എന്നെ കാണാം. ആ കുഞ്ഞുമകന് പറയാം. അപ്പോൾ ആ പിതാവിൻ്റെ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരുപാട് ആശിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വയോവൃദ്ധനായിരിക്കുന്ന ഘട്ടത്തിൽ കിട്ടിയിട്ടുള്ള കുഞ്ഞ്, ആ കുഞ്ഞ് ഒന്ന് നടക്കാൻ, ഒന്ന് കൂടെ വരാൻ ആകുന്ന പ്രായത്തിൽ ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ കടാര വെക്കാൻ സർവശക്തനായ നാഥൻ കൽപ്പിക്കുകയാണ്. മടിച്ചു നിന്നില്ല പ്രിയമുള്ളവരെ. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഇപ്പം നമുക്കും മക്കളൊക്കെ ഉണ്ട്. ആ മക്കളെ ഒന്ന് നമ്മളൊക്കെ വുളു എടുക്കുമ്പോൾ, നമ്മളൊക്കെ നമസ്കരിക്കുമ്പോൾ ഒന്ന് നമസ്കരിക്കാൻ പറയുകയോ കൂടെ നമസ്കരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം എത്ര പേരിലുണ്ട്? പലപ്പോഴും കുട്ടികളോട് നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടോ, നമസ്കരിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പല രക്ഷിതാക്കളും അതിനൊന്നും തീരെ ശ്രദ്ധ കൊടുക്കാത്ത അവസ്ഥയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അപ്പോൾ നമ്മൾ ഒരുപാട് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് തിരിയേണ്ടതായിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മകനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ സത്യസന്ധമായ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സമർപ്പണ ബോധം അള്ളാഹുവിന് കൃത്യമായി ബോധ്യപ്പെട്ടു എന്ന് നമുക്കറിയാം. സമ്പൂർണമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച മഹാനായിട്ടുള്ള ആ പ്രവാചകൻ ആ സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എന്താ? ഇപ്പം ഇവിടെയെന്ന് മാത്രമല്ല, നാട്ടിലാവട്ടെ ഒക്കെ സ്വന്തം മക്കളെയൊക്കെ ദീനീ രംഗത്ത് കൊണ്ടുപോകുക, അവരെ പരിശീലിപ്പിക്കുക, അതിന് പ്രേരിപ്പിക്കുക, ആ കാര്യത്തിലൊക്കെ പല കുടുംബങ്ങളും വട്ടപൂജ്യമാണ്. ഞാൻ അടച്ചാക്ഷേപിക്കുന്നല്ല, അങ്ങനെയാണ്. പലർക്കും മക്കളെ കൺട്രോൾ കിട്ടുന്നില്ല, നിയന്ത്രിക്കാൻ കിട്ടുന്നില്ല. മാതാപിതാക്കൾ ഭയക്കാണ് മക്കളോട് ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞാൽ മക്കളുടെ പ്രതികരണം എന്താകും എന്നുള്ള നിലക്ക്. സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. നമുക്ക് എന്തിനാണ് വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകൻ
അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ കുഞ്ഞുമകന് അറുക്കുന്ന രംഗം എന്തുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത്? നമുക്കതിൽ പാഠമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ ഈ ഫീസ് വർധനയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണല്ലോ മറ്റ് ഇടങ്ങളുണ്ടോ എന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞത്. ഞാൻ വിശദമാക്കുന്നില്ല. അതായത് നിങ്ങൾ വാങ്ങുന്ന ഫീസ് അധികമാണ്, അതുകൊണ്ട് വേറെ ഇടമുണ്ടോ എന്തിന് ഖുർആൻ പഠിക്കാൻ? അപ്പം അതാണ് ആളുകളുടെ ഒരു ഇതൊക്കെ നടന്ന സംഭവമാണ്. അപ്പോൾ ആളുകൾ ദീനിൻ്റെ മാർഗത്തിൽ അവർ സ്വന്തം മക്കളെയൊക്കെ സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് വാക്കുകൊണ്ട് പ്രേരിപ്പിക്കാൻ, മാതൃകയായി പ്രോത്സാഹിപ്പിക്കുവാൻ എത്ര കണ്ട് തയ്യാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്ന വലിയൊരു പാഠമെന്ന് പറയുന്നത്, നമുക്കറിയാം അദ്ദേഹത്തെ ധിക്കരിച്ച സമൂഹമുണ്ട്. ആ ധിക്കരിച്ച സമൂഹം നമുക്കറിയാം, അതിൽ സത്യനിഷേധികളുണ്ട്. അങ്ങനെയുള്ള ജനതയോട് അദ്ദേഹത്തിൻ്റെ സമീപനം എന്തായിരുന്നു? വർത്തമാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വർഗീയവാദികളുണ്ട്, വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട്. എല്ലാ നിലക്കും ഒരു സമൂഹത്തോട്, ഒരു സമുദായത്തോട് അരയും തലയും മുറുക്കി ശത്രുതാ മനോഭാവത്തോടുകൂടെ നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷേ മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തെക്കുറിച്ച് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ടല്ലോ. 14-ാം അധ്യായം അതിൻ്റെ 36 പറയുകയാണ്, തൻ്റെ സമൂഹത്തിൽപ്പെട്ട സത്യനിഷേധികളായ, തന്നെ ധിക്കരിച്ചിട്ടുള്ള, പ്രവാചകത്വത്തെ എതിർത്തിട്ടുള്ള ആളുകൾ, ആ ആളുകളോട് വിട്ടുവീഴ്ചയും ഗുണകാംക്ഷയും അദ്ദേഹം കാണിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഖുർആനാ പറയുന്നത്, റബ്ബി ഇന്നഹുന്ന അളലൽന കസീറൻ മിനന്നാസ്. അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിക്കുക, ഒരു പ്രാർത്ഥനയിലാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. എന്നെ ധിക്കരിച്ച, എന്നോട് വിവേചനം കാണിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരിൽ നിന്ന് ആര് എന്നെ പിൻപറ്റുന്നുവോ അവർ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. വമനാസ്വാനി, എന്നോട് പോരടിച്ചവൻ, ഫഇന്നക ഗഫൂറുർ റഹീം, നാഥ നീ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണല്ലോ. നോക്കൂ, ആ പ്രവാചകൻ്റെ ഒരു വിശാല മനസ്സ്, ആ പ്രവാചകൻ പ്രബോധിത സമൂഹത്തോടുള്ള, പ്രത്യേകിച്ച് തന്നെ എതിർത്ത ജനവിഭാഗത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപന രീതി പരിശുദ്ധ ഖുർആൻ നമ്മൾ വായിച്ചെടുക്കണം. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം. റബ്ബേ നീ ഗഫൂറാണ് റഹീമാൻ എന്ന ഉള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാണ്, എന്നെ ധിക്കരിച്ചവർ. അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യൂ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ പ്രിയമുള്ളവരെ, മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളുടെ ശൃംഖല, കനൽപദങ്ങൾ താണ്ടിയിട്ടുള്ള മഹാനായ പ്രവാചകൻ നാട് വിടേണ്ടി വന്നു. എപ്പോഴാണ് നാട് വിടേണ്ടി വന്നത്? സ്വന്തം പിതാവ്, അദ്ദേഹത്തിൻ്റെ പിതാവ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവനും ആരാധിക്കുന്നവനും വിൽപ്പന നടത്തുന്നവരും, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പിതാവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇബ്രാഹിം, യാ ഇബ്രാഹിം, ഇബ്രാഹിമേ നീ ഇത് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ലഅർജുമന്നക, നിന്നെ എറിഞ്ഞ് ആട്ടുക തന്നെ ചെയ്യുന്ന, റജ്മ് നടത്തുമെന്ന, കല്ലുകൊണ്ട് അഭിഷേകം ചെയ്യുമെന്നാണ്. അതുകൊണ്ട് വഹ്ജുർനി മലിയ, എന്നെ വിട്ടേച്ച് പോകണം എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. അപ്പോൾ നാട് വിടേണ്ടി വന്നു. പ്രിയപ്പെട്ട പുത്രനെ അറക്കാൻ കൽപ്പിക്കപ്പെട്ടു. കുടുംബിനെ, സ്വന്തം ഇണയെ, കുഞ്ഞുമകനെ മക്ക എന്ന് പറയുന്ന നമുക്കറിയാം അന്ന് എന്തായിരുന്നു അവസ്ഥ? ജലമുണ്ടോ? ഇല്ല. ജനശൂന്യമായ ഫലശൂന്യമായ ഒന്നുമില്ലാത്ത ഒരു നാട്. ആ നാട്ടിൽ ഒരു പാത്രത്തിൽ കുറച്ച് കാരക്ക, ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളം, ഇത് മാത്രം കൊടുത്ത അദ്ദേഹം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവിടെ ഉപേക്ഷിച്ചു കൊണ്ട് പോകുകയാണ്.
എത്ര വലിയ പരീക്ഷ നമുക്കൊന്നും ചിന്തിക്കാനേ കഴിയുന്നില്ല. ആ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഒരിക്കൽ പോലും അള്ളാഹുവിനോട് അദ്ദേഹം പരാതി പറഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളുടെ പെരുമഴക്കാലം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും അദ്ദേഹം പരാതി പറഞ്ഞില്ല. അഗ്നികുണ്ഡാരത്തിൽ എറിയപ്പെട്ടു, അത് പറയുന്നുണ്ട്. അപ്പോഴൊന്നും അദ്ദേഹം പരാതി പറയുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് പരാതികളുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് അദ്ദേഹം ഒരിക്കലും ആവലാതിപ്പെട്ടിട്ടില്ല ഈ പരീക്ഷണങ്ങളുടെ പേരിൽ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കടുത്ത പരീക്ഷണങ്ങളുടെ മുമ്പിലും സത്യത്തിലും നീതിയിലും അടിയുറച്ചു നിന്നുകൊണ്ട് ത്യാഗസുരഭിലമായിട്ടുള്ള ജീവിതം നയിച്ച മാതൃകായോഗ്യനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് പറയുന്നത് മില്ലത അബീകും ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്ത്, സരണി, പാത, അത് നിങ്ങൾക്ക് മാതൃകയാണ്, നിങ്ങൾ പിൻപറ്റണം. ഖുൽ സ്വദഖല്ലാഹ്, പറയുക പ്രവാചകരെ, അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു. ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ. ആലി ഇമ്രാൻ 3-ാം അധ്യായം 95 പറയുകയാണ്, നിങ്ങൾ പിൻപറ്റുവിൻ ഋജുമനസ്കനായ, ശുദ്ധമനസ്കനായ, കളങ്കമറ്റ മനസ്സിനുടമയായിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ആ മാർഗം അനുധാവനം ചെയ്യണം എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അപ്പോൾ ഇങ്ങനെ തീക്ഷ്ണമായിട്ടുള്ള, കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താ ചെയ്തത്? അചഞ്ചലമായിക്കൊണ്ട് ഏകനായ ഇലാഹിൻ്റെ, അവനെ വാഴ്ത്തിക്കൊണ്ട്, ആ ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കർമ്മനിരതനായിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ് ചെയ്തത്. ആ ഒരു പാത നമുക്കുണ്ടാവണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉമ്മത്ത് എന്നാണല്ലോ പറഞ്ഞത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ എന്ന് പറയണ്ടായി. എന്തുകൊണ്ടായിരിക്കാം ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ഉമ്മത്ത്, ഒരു സമൂഹമായിട്ട് രൂപാന്തരപ്പെടുക, അല്ലെങ്കിൽ എങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് എങ്ങനെ ഒരു സമൂഹമായി മാറാൻ കഴിയുക? അപ്പോൾ അങ്ങനെ വിശേഷിപ്പിക്കാൻ ഉണ്ടായ കാരണങ്ങൾ, അതിൻ്റെ ഒരു ആശയ സംഹിതകൾ എന്ത് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഒരു പ്രദേശത്തിൽ, ഒരു രാജ്യത്തുള്ള, ഒരു പ്രദേശത്തുള്ള ഒരു വലിയ ജനസമൂഹം ഒന്നിച്ച് ഒറ്റക്കെട്ടായി ചെയ്താൽ, അങ്ങനെ ചെയ്തിട്ട് പൂർത്തീകരിക്കുന്ന കർമ്മ പദ്ധതികൾ ഏകാന്ത പതികനായിക്കൊണ്ട് അദ്ദേഹം ചെയ്തു തീർത്തു. അതുകൊണ്ടാണ് ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ജനനായകൻ എന്നുള്ളതാണ്, ഇമാമുൽ ലിന്നാസ് എന്നുള്ളതാണ്, ജനങ്ങളുടെ നേതാവ് എന്നുള്ളതാണ്, ജനങ്ങളുടെ നായകൻ എന്നുള്ളതാണ്. ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. പരിശുദ്ധ ഖുർആൻ എത്ര പരാമർശങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകൻ അങ്ങനെ അദ്ദേഹത്തെ ഒരുപാട് അത്രമാത്രം ത്യാഗസമ്പന്നമായ, ത്യാഗസമ്പുഷ്ടമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നമ്മളൊക്കെ ഒരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആരുടെയെങ്കിലും ഒരു കോള് വന്നാൽ അത് പിന്നെ പോയാൽ മതി എങ്കിലും അതുകൊണ്ട് ആ ക്ലാസ് മുടങ്ങുക, ആ രൂപത്തിലാണ് നമ്മളൊക്കെ. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാ തടസ്സങ്ങളും മാറ്റി ആത്മസമർപ്പണം നടത്തിയിട്ടുള്ള, അതാണ് ജനങ്ങളുടെ നേതാവ്, ജനങ്ങളുടെ നായകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാനുള്ള ഒരു കാരണം നമുക്കറിയാം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനായിട്ട് ലോക ചരിത്രത്തിൽ അള്ളാഹുവിനായി നിർമ്മിക്കപ്പെട്ട പ്രഥമ ഭവനം, അതിൻ്റെ നിർമ്മിതി ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
അദ്ദേഹമാണല്ലോ അത് പടുത്തുയർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അദ്ദേഹം ആ ഭവനം പടുത്തുയർത്തുന്ന ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. എന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് ഈ മഹത്തായ കർമ്മം നീ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്, ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകല്ല, മറിച്ച് നാഥ ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം അറിയുന്നവനായിട്ടുള്ള, സർവജ്ഞനായിട്ടുള്ള, അതുപോലെ എല്ലാം കേൾക്കുന്നവനായിട്ടുള്ള സർവശക്തനല്ലോ, അതുകൊണ്ട് ഇത് സ്വീകരിച്ചാലും എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, അദ്ദേഹം ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ ലോക ജനതക്ക് മാതൃകയാണ്. കറകളഞ്ഞ ഏകദൈവ വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സമർപ്പിക്കുക, അതാണല്ലോ തൗഹീദ് എന്ന് പറയുന്നത്. അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചു, ജനങ്ങളെ ഉത്ബുദ്ധരാക്കി. അങ്ങനെ അവസാനം അദ്ദേഹം അഗ്നികുണ്ഡാരത്തിൽ എറിയപ്പെട്ടു. ആ അഗ്നികുണ്ഡാരത്തിൽ എറിയപ്പെട്ടപ്പോ അദ്ദേഹം പറയുന്ന വാക്കെന്താ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അദ്ദേഹം അള്ളാഹു എന്നെ രക്ഷിക്കും എന്നുള്ള ആ സമ്പൂർണമായ അള്ളാഹുവിലുള്ള പ്രതീക്ഷ അതൊരിക്കലും കൈവിടിഞ്ഞില്ല എന്നുള്ളതാണ്. പേടിച്ച് ആ രൂപത്തിലല്ല, അള്ളാഹു എന്നെ സംരക്ഷിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. അഗ്നികുണ്ഡാരത്തിൽ എറിയപ്പെട്ടപ്പോൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കുവാൻ അവൻ എത്ര നല്ലവൻ എന്നുള്ളതാണ്. തഫ്സീറിൽ കാണാം, അദ്ദേഹത്തിൻ്റെ രോമം പോലും അഗ്നികുണ്ഡാരത്തിലാണ് എറിയപ്പെട്ടത്. ഒരു രോമം പോലും കരിച്ചു കളയാൻ നമ്രൂദിന്റെ അഗ്നിക്ക് സാധ്യമായില്ല എന്നുള്ളതാണ്. അതാ വിശ്വാസത്തിന്റെ കരുത്താണ്, അദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗത്തിന്റെ റിസൾട്ടാണ് അത്. പ്രിയമുള്ളവരെ, അള്ളാഹു പറഞ്ഞല്ലോ, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീനോട്, അഗ്നിയുടെ സ്വഭാവം എന്താ? കത്തിച്ചാമ്പലാക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ അഗ്നിയെ സൃഷ്ടിച്ച നാഥൻ അതിന് വിരുദ്ധമായിട്ടുള്ളൊരു പ്രകൃതി ആ സന്ദർഭത്തിൽ നൽകുകയാണ്. അത് ശീതളമാവുകയാണ്. അത് യാ നാറു കൂനി ബർദൻ വസലാമൻ, ശീതളമാവണം, സുരക്ഷയാകണം ഇബ്രാഹിം അലൈഹിസ്സലാമക്ക്. നിങ്ങൾ നോക്കൂ, മഹാനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ, അവരോട് ഒരു സന്ദർഭത്തിൽ മക്കത്തെ ഖുറൈശികൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറഞ്ഞു, അറേബ്യയിലെ ആളുകൾ പറഞ്ഞു, തീർച്ചയായും നിങ്ങൾക്കെതിരെ ആളുകൾ ഒരുങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്കെതിരെ ആളുകൾ സംഘടിക്കുന്നുണ്ട്. ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, ജനങ്ങൾ സംഘടിച്ചിട്ടുണ്ട് നിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് മുഹമ്മദ് നബിക്കും സ്വഹാബത്തിനും ഉണ്ടായത്? അവരിലുണ്ടായ വികാരം എന്ത്? ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിച്ചു എന്നുള്ളതാണ്. നമ്മളൊക്കെ എന്താണ് പിന്നെ നമ്മുടെയൊക്കെ ഒരു മനോഗതി എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക. അപ്പോൾ അവർക്ക് ഈ മുഹമ്മദ് നബിക്കും സ്വഹാബത്തിനും അങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹിക്കാനുള്ള ത്യാഗ മനോഭാവം അത് വർദ്ധിക്കുകയാണ് ചെയ്തത്. എന്നിട്ടോ അവർ എന്ത് പറഞ്ഞു? ഇബ്രാഹിം നബി പറഞ്ഞ അതേ കാര്യം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അഗ്നികുണ്ഡാരത്തിൽ എറിയപ്പെട്ടപ്പോൾ പറഞ്ഞ അതേ കാര്യം പറഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹുവിലുള്ള അചഞ്ചലമായ യഖീനായിട്ടുള്ള ആ ഒരു ദൃഢനിശ്ചയം, ദൃഢബോധ്യം അവർക്കുണ്ടായി എന്നുള്ളതാണ്. നമ്മളൊക്കെ അവസ്ഥ എന്താ പറയുക? കുട്ടിക്കൊരു പനി ഉണ്ടായാൽ മതി, നമ്മുടെ ഈമാനിൻ്റെ ഗ്രാഫ് ഇങ്ങനെ താഴും. പാടില്ല പ്രിയമുള്ളവരെ. നമ്മൾ പരീക്ഷണങ്ങൾ എന്തുമുണ്ടാകുമ്പോഴും, അതിനാണ് ഈ ഖുർആനിൽ ഇതൊക്കെ പറയുന്നത്, വെറുതെ പറയല്ല.
നമ്മുടെ ഗ്രാഫ്, ഈമാനിൻ്റെ ഗ്രാഫ് അത് താഴാനായിട്ട് പാടില്ല. അതിങ്ങനെ തന്നെ പിടിച്ച് സംരക്ഷിക്കാൻ നമുക്ക് നമ്മൾക്ക് ആവണം. അതിന് നമ്മുടെ മനസ്സ് പാകപ്പെടണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ ആദർശത്തിനായിട്ടുള്ള പോരാട്ടം അദ്ദേഹം എവിടെ നിന്നാണ് ആരംഭിച്ചത്? സ്വന്തം പിതാവിൻ്റെ അടുക്കൽ നിന്നാ, കുടുംബത്തിൽ നിന്നാ. നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ആദർശവിരുദ്ധമായ, തൗഹീദിന് വിരുദ്ധമായ വല്ല കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മുടെ വായ തുറക്കാറുണ്ടോ? നമ്മുടെ കൈകൾ ഉയരാറുണ്ടോ? നമ്മുടെ മനസ്സുകൊണ്ട് അവരോടൊരു സ്നേഹോപദേശം നൽകാൻ നമുക്ക് കഴിയാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുന്നത്. ആദർശ പിതാവാണ്. തൗഹീദിൻ്റെ ആ കറകളഞ്ഞ ഏകദൈവ വിശ്വാസം ലോക സമൂഹത്തിന് പകർന്നു നൽകിയിട്ടുള്ള ആ പ്രവാചകന്റെ ത്യാഗനിർഭരമായിട്ടുള്ള സംഭവ ബഹുലമായിട്ടുള്ള ജീവിതം നമുക്ക് മുന്നിൽ പ്രദാനം ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ മാറണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ വിളിയുടെ അടിസ്ഥാനത്തിലാണല്ലോ അറഫയിലേക്ക്, മക്കയിലേക്ക് ഹാജിമാർ ഈ സന്ദർഭത്തിൽ ഒഴുകുന്നത്. ചിന്തിക്കുക, വർഗവർണ്ണ ദേശങ്ങളുടെ ഒന്നും വ്യത്യാസമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആ പാദമുദ്രകൾ, ത്യാഗ മനസ്സ് നിങ്ങളൊന്ന്. പക്ഷേ ഹാജിമാരുടെയൊക്കെ അവസ്ഥ എന്താ? ത്യാഗം സഹിക്കാൻ തയ്യാറില്ല. അവിടെ അങ്ങനെയുള്ള സുഖം കിട്ടിയില്ല, ഇങ്ങനെയുള്ള സുഖം ഇല്ല, ഇങ്ങനെ പ്രശ്നമായിരുന്നു എന്നാണ് പലരും പറയുക. അപ്പോൾ നമ്മുടെ മനോഭാവം മാറണം. നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതികൾ മാറണം. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവാചകന്മാർ അനുഭവിച്ച ത്യാഗങ്ങളുടെ 1000-ലൊരംശമെങ്കിലും ആ ഒരു മനസ്ഥിതി നമുക്കുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്നത്തെ ഫുഡ് നമ്മുടെ സഹോദരൻ സലീം മാഷ് അദ്ദേഹമാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ടുള്ള സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണത് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അവിടെ സുഖവും സന്തോഷവുമൊക്കെ ഉണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഖൈർ, ബറക്കത്ത് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആ മഹത്തായ പ്രബോധന ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസമൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈമാനൊക്കെ കൂടുതൽ കരുത്തുറ്റതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ആ ഒരു മഹനീയ പാതയിൽ അല്ലാഹുവേ നീ വഴി നടത്തണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.